ഇതിലെ പ്രകാശനം നടത്തുന്നത് സരിൻ മങ്കുഴിയാണ്, സ്വീകരിക്കുന്നത് അഞ്ജിത എസ് നായർ, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന മനോജ് വെള്ളനാട്, ശ്രീ ശ്യാം ശ്രീനിവാസ്, ഈ രണ്ടുപേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ ഈ ഷിൻലാലിനെ ആദ്യം പരിചയപ്പെടുന്നത് ഇത്തരം ചെറിയ കഥകൾ എഴുതുന്ന ഒരാളെന്ന നിലയ്ക്കാണ്. അന്ന് നമ്മുടെ സുഭാഷ് ചന്ദ്രൻ എഡിറ്ററായിരിക്കുന്ന മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പുകളിൽ ചെറിയ ചെറിയ കഥകൾ കൊടുക്കുമായിരുന്നു. അന്ന് ഒരുപാട് പേര്, വലിയ പ്രശസ്തരായ ആളുകളും പ്രഗത്ഭരായ ആളുകളും ഒക്കെ തന്നെ അന്ന് ഈ ചെറിയ കഥകൾ എഴുതുമായിരുന്നു. അന്ന് ആ വാരാന്ത പതിപ്പിലാണ് ഷിൻലാൽ ആദ്യമായി ഇത്തരം ചെറിയ കഥകൾ എഴുതി തുടങ്ങുന്നത് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം എനിക്ക് ആ സമയത്ത് തന്നെയാണ് ചന്ദ്രികയുടെ സൺഡേ സപ്ലിമെൻറ്റിൽ പിന്നെ ഷിൻലാലിൻ്റെ കഥകൾ വന്നിരുന്നത്. അതും ചെറിയ കഥകളായിരുന്നു. അത് ഈ ഇത്തരത്തിലുള്ള ഈ വലിയ ബൃഹത്തായ നോവൽ രചനയിലേക്കൊന്നും അന്ന് ഷിൻലാൽ കടന്നിട്ടില്ല. ഈ ചെറിയ കഥകളിലൂടെയാണ് ഈ സാഹിത്യ ലോകത്തേക്ക് ഷിൻലാൽ എത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് ഞാൻ സ്ഥിരമായിട്ട് ഷിൻലാലിനോട് ഞാൻ പറയാമായിരുന്നു ഈ ചെറിയ കഥകളെക്കുറിച്ച്. അപ്പം ഈ ചെറിയ കഥകൾ എഴുതുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. വലിയ ദീർഘമായ കഥകൾ എഴുതാൻ കിട്ടുന്നതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് ഈ ചെറിയ കഥ എഴുതുന്നത്. കാരണം ചെറിയ കഥയിലൂടെ വലിയ ആശയലോകം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ ഷിൻലാൽ അന്ന് എഴുതിയ കഥകളിലൊക്കെ തന്നെ എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, ആ കഥകളിലൊക്കെ അക്കാലത്തെ ചില പൊളിറ്റിക്സ്, ചില രാഷ്ട്രീയമൊക്കെ ആ കഥകളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ കഥകളൊക്കെ ഞാൻ ഓർമ്മിക്കുന്നില്ല, അതിൽ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അത്തരം കഥകളിലൊക്കെ അന്നത്തെ സമകാലിക രാഷ്ട്രീയത്തെ അതിലൂടെ അടയാളപ്പെടുത്തിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെറിയ കഥകൾ എഴുതുക എന്ന് പറയുന്നത് ഈ മിനിക്കഥയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ചെറിയ കഥ എഴുതുമ്പം അതൊരുപാട്, കാരണം അതൊരു വലിയ ഭാവനയെ ഒരു ചിപ്പിൽ ഒരു മിഴിവിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അത്ര അനായാസമായൊരു കാര്യമല്ല. വലിയ കഥ എഴുതാൻ നമുക്ക് കഥാപാത്രങ്ങളെയും കഥകളെയും ഒക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ ചെറിയ കഥ എഴുതുമ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആശയങ്ങളെയും എല്ലാ ഭാവനകളെയും ഒക്കെ തന്നെ 5, 6, 7 വരികളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായൊരു കാര്യമായിട്ടാണ്. അപ്പോൾ പണ്ട് ഈ കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകളൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയിലൊക്കെ ഈ 4 വരികളിലൂടെ വലിയൊരു ആശയലോകവും വലിയൊരു സാമൂഹ്യ ജീവിതമൊക്കെയാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷിനെ അക്കാലത്ത് ആധുനികരായ ആളുകളുടെ ഇടയിൽ, ഇപ്പം കടമനിട്ടയുടെയോ ആറ്റൂര് വീർമ്മയുടെയോ ഒക്കെ കൂടെ തന്നെ കുഞ്ഞുണ്ണി മാഷെ അന്ന് പരിഗണിച്ചിരുന്നത് ഇങ്ങനെയുള്ളൊരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സാമൂഹ്യ നിരീക്ഷണങ്ങളൊക്കെ കുഞ്ഞുണ്ണി മാഷ് അവതരിപ്പിച്ചവർ. അതുപോലെ ഒരു വളരെ ഗൗരവമായ പല കാര്യങ്ങളും ഷിൻലാൽ ഈ ഇത്തരം ചെറിയ കഥകളിലൂടെ. അപ്പം അതിനുശേഷമാണ് എനിക്കൊന്ന് ഉടൽ ഭൗതികം എന്ന് പറയുന്ന വലിയ നോവൽ എഴുതുന്നതും കാരൂർ അവാർഡ് കിട്ടുന്നതും. പിന്നീട് ചെറിയ കഥകളൊന്നും എഴുതിയില്ലെന്ന് തോന്നുന്നു, അല്ലേ? എല്ലാം പിന്നെ വലിയ കഥകളാണ് എഴുതിയത്. ചെറിയ കഥകളിലേക്കൊന്നും പിന്നെ ഷിൻലാലും മടങ്ങിപ്പോയില്ല. കാരണം ആ ലോകം വിട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതൊരു വളരെ അക്കാലത്ത് അങ്ങനെയാണ് ഞാൻ ഷിൻലാലിനെ ശ്രദ്ധിക്കുന്നതും ഷിൻലാലിനെ പരിചയപ്പെടുന്നതുമൊക്കെ അങ്ങനെയാണ്. ഇതിലൊരു കഥ ഞാൻ വായിക്കാം. ബുദ്ധൻ്റെ ചിരി. പണ്ട് ബുദ്ധൻ ചിരിക്കുമ്പോൾ ലോകം കൂടെ ചിരിക്കുമായിരുന്നു. ഇന്ന് ബുദ്ധൻ ചിരിക്കുമ്പോൾ ലോകം ഞെട്ടിത്തെറിക്കുന്നു. ഈ 4 വരിയിൽ തന്നെ ഒരു വലിയൊരാശയമാണ്. അഹിംസയെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള വലിയൊരു ആശയമാണ് ഷിൻലാൽ ഇതിലൂടെ പറഞ്ഞത്. അപ്പോൾ ഈ കഥകളൊക്കെ ഞാൻ സ്വാതന്ത്ര്യം എന്നൊരു കഥയുണ്ട്. കഴുതകളുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഉത്സവം. കടുവയും സിംഹവും സ്ഥാനാർത്ഥികൾ. സിംഹം പറഞ്ഞു, ഞാൻ ഒരു ദിവസം 5 പേരെ മാത്രമേ തിന്നുകയുള്ളൂ, പക്ഷേ അതിനു മുമ്പ് എന്നെ നമസ്കരിക്കാനുള്ള ആരാധനാ സ്വാതന്ത്ര്യം തരാം. കടുവ പറഞ്ഞു, ഞാൻ ഒരു ദിവസം 5 പേരെ വീതം തിന്ന് നിങ്ങളെ സഹായിക്കും, ഒപ്പം നിങ്ങൾക്ക് എന്നെ പുകഴ്ത്താനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും തരാം. ആരാധനാ സ്വാതന്ത്ര്യമോ അഭിപ്രായ സ്വാതന്ത്ര്യമോ ഏതാണ് വിലപ്പെട്ടത്? പാവം കഴുതകൾ കൺഫ്യൂഷനിലായി. ഇതൊരു പക്ഷേ ഈ പുതിയ സമകാലിക ജീവിതത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ കഥയ്ക്കൊരു വലിയൊരു പ്രസക്തിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കഥകളാണ് ഷിൻലാലിൻ്റെ ഈ അകമ്പുറം എന്ന് പറയുന്ന ഇതിലൂടെ ഞാൻ ഈ വായിച്ച ഓർമ്മയിലാണ് ഞാൻ പറഞ്ഞത്. പണ്ട് ചന്ദ്രികയിലും മലയാളത്തിൽ മാതൃഭൂമിയിലൊക്കെ വായിച്ച ഓർമ്മയിലാണ് ഞാനിത് പറഞ്ഞത്. എന്തായാലും ഇത്തരം ഒരു സമാഹാരം ഷിൻലാൽ പുറത്തിറക്കിയതിൽ സന്തോഷമുണ്ട്. ഇതിനെ പങ്കാളിയാക്കിയതിലും എനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ ഈ വളരെ ചുരുങ്ങിയ സമയമായതുകൊണ്ട് ഇതിൻ്റെ പ്രകാശന കർമ്മത്തിലേക്ക് എടുക്കാം. പ്രകാശനം നിർവഹിക്കുന്ന സലിൽ മാങ്കുഴിയാണ്. സലിനെ നമുക്കറിയാമല്ലോ, മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട നോവലിസ്റ്റുകളിലും കഥാകൃത്തുക്കളിലും ഒരാളാണ്. സലിലാണിത് പ്രകാശനം ചെയ്യുന്നത്. സ്വീകരിക്കുന്നത് അഞ്ജിത എസ് നായരാണ്. അഞ്ജിത
പുതിയ കാലത്തെ കഥയും കവിതയെക്കുറിച്ചൊക്കെ നിരീക്ഷണം നടത്തുന്ന ആളാണ്. ഡോക്ടർ മനോജ് വെള്ളനാട് ഇതിനെക്കുറിച്ച് സംസാരിക്കും. മനോജ് കഥാകൃത്താണ്. വളരെ അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തെ സമാഹാരം പോലും വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ശ്യാം ശ്രീനിവാസ് ഒരു നിരൂപകനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകക്കുറിപ്പുകളൊക്കെ നമുക്കറിയാം. ഇങ്ങനെ ഇവരെല്ലാവരെയും ഞാൻ എൻ്റെ വ്യക്തിപരമായും ഈ പരിപാടിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ വി ഷിൻലാലിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ പുസ്തക പ്രകാശനത്തിലേക്ക് സലിൽ മാങ്കുഴിയെയും സ്വീകരിക്കാനായി അഞ്ജിത എസ് നായരെയും ക്ഷണിക്കുന്നു. സലിൽ മാങ്കുഴിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഷിൻലാലിൻ്റെ പുതിയ പുസ്തകം ശ്രീ പ്രദീപ് പനങ്ങാട് പറഞ്ഞതുപോലെ ചെറിയ കഥകളാണ്. ഈ ഇറങ്ങിയിരിക്കുന്ന പുസ്തകങ്ങളിലെല്ലാം ഷിനിലാൽ എന്ന് പറയുന്ന എഴുത്തുകാരനെ പിന്തുടരുന്ന വായനക്കാരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഷിനിലാലിൻ്റെ എല്ലാ പുസ്തകവും വായിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഷിനിലാൽ അടുത്തെഴുതുന്ന കഥ എങ്ങനെയായിരിക്കുമെന്നോ ഷിനിലാൽ അടുത്തെഴുതുന്ന നോവൽ എന്തായിരിക്കുമെന്നോ പ്രവചിക്കാൻ കഴിയാത്ത തരത്തിൽ വിഷയവൈവിധ്യം, പ്രമേയ വൈവിധ്യം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലുള്ള വൈവിധ്യം എന്നിവ അസാധാരണമായി പുലർത്തുന്നൊരു എഴുത്തുകാരനാണ്. മലയാളത്തിലെ ഒട്ടുമിക്ക എഴുത്തുകാരുടെയും ഐഡൻറ്റിറ്റിയായി പറയുന്നത് അവരുടെ കഥയോ നോവലോ വായിച്ചാൽ ടൈറ്റിൽ കണ്ടില്ലെങ്കിൽ പോലും അത് ആര് എഴുതി എന്നറിയാൻ പറ്റും എന്നുള്ളതാണ്. പലപ്പോഴും എഴുത്തുകാരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് വായിച്ചാൽ ടൈറ്റിൽ ഒളിപ്പിച്ചിട്ട് ഒരാളുടെ കൊടുത്താൽ ഇത് ഇന്ന ആളിൻ്റെ കഥയോ ഇന്ന ആളിൻ്റെ നോവലോ എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലാണ് പല എഴുത്തുകാരും എഴുതുന്നത്. പക്ഷേ ഷിനിലാലിന് വൈവിധ്യമാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. അതുകൊണ്ട് ഉടൽ ഭൗതികം എന്ന നോവൽ വായിച്ചതിന് ശേഷം, ഉടൽ ഭൗതികം വായിച്ച ഒരാൾ അത് എഴുതിയ എഴുത്തുകാരൻ്റെ മറ്റൊരു കൃതിയാണ് ഇരു എന്ന് പറഞ്ഞാലോ, അടി എന്ന് പറഞ്ഞാലോ, 124 എന്ന് പറഞ്ഞാലോ, ഏറ്റവും അവസാനം ഇറങ്ങിയ ലോക്കപ്പ് എന്ന് പറഞ്ഞാലോ, സമ്പർക്കക്രാന്തി എന്ന് പറഞ്ഞാലോ വിശ്വസിക്കില്ല. അത് ഒരു സാധാരണ രീതിയിൽ ഒരു എഴുത്തുകാരന് അത്തരത്തിൽ എഴുതുന്നത് സാധ്യമല്ലാത്ത കാര്യമാണ്. 2 അകം പുറം എന്ന് പറയുന്ന ടൈറ്റിൽ ഈ ചെറുകഥകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഷിനിലാലിൻ്റെ അകമാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികൾ, പുറമാണ്. ഈ പുറത്തുള്ള ഷിനിലാലിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പലപ്പോഴും സംസാരിക്കുകയും ഞാൻ പറയുന്ന ചെറിയ തമാശകളൊക്കെ കേട്ട് ഒരുപാട് ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഇയാളൊരു പാവപ്പെട്ട ആളാണെന്ന്. പക്ഷേ ഷിനിലാലിൻ്റെ ഇരു വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ പാവപ്പെട്ട ആളല്ല, നിഗൂഢതകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് അടരുകളുള്ള ഒരാളാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഷിനിലാലിൻ്റെ അകം, ഷിനിലാലിൻ്റെ ഭാര്യയും മകളും ഉൾപ്പെടെ ബന്ധുക്കളും എല്ലാവരും അനിയൻ ഉൾപ്പെടെയുള്ളവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കും ഷിനിലാലിനെ അറിഞ്ഞുകൂടാ യഥാർത്ഥ ഷിനിലാൽ. കാരണം ഷിനിലാലിൻ്റെ കൃതി വായിക്കുമ്പോൾ നമുക്കത് പ്രകടമാവും. അങ്ങനെ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് പോലെ ഒരു വളരെ ചെറിയ കാര്യത്തിന് ചിരിക്കുകയും തമാശ പറയും സാധാരണ ഭാഷയിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്ലാങ്ങിൻ്റെ ലാഞ്ചനയോടുകൂടി സംസാരിക്കുന്ന ആളാണ് ഷിനിലാലെങ്കിലും ഉള്ളിൽ ഒരു അപരനുണ്ട്. ആ അപരനൊരു ഗംഭീരനായ എഴുത്തുകാരനാണ്. അതുകൊണ്ടാണ് ആദ്യകാലത്ത് ഷിനിലാലിനെ പരിചയപ്പെടുന്നതിന് മുമ്പാണ് ഈ കഥകളിൽ പലതും എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് മാതൃഭൂമിയിൽ പ്രദീപ് പനങ്ങാട് പറഞ്ഞതുപോലെ ചെറിയ കഥകൾ വന്നിരുന്നപ്പോൾ ഈ ചെറിയ കഥ എഴുതുന്നത് ഒരു പക്ഷേ വലിയ കഥയോ വലിയ നോവലോ ഒക്കെ എഴുതുന്നതിനേക്കാളും പ്രയാസമാണ്. ഒരു വലിയ ആശയത്തെ ചുരുക്കി എത്രത്തോളം ചുരുക്കാൻ കഴിയുമെന്ന ഒരു എഴുത്തുകാരൻ്റെ നിരന്തരമായ പീഡനം അനുഭവിക്കുന്ന പരീക്ഷണമാണ് ചെറിയ കഥ എന്ന് പറയുന്നത്. വലുതാക്കുന്നത് എളുപ്പമാണ്. വലിയൊരു ആശയത്തെ ചെറിയ ഒരു വരികളിലേക്ക്, 1 2 വരിയിലേക്ക് അല്ലെങ്കിൽ 4 വരിയിലേക്ക് ഒരു കഥ പൂർണ്ണമാക്കി വെച്ചാൽ ഒരു നോവലിനോളം വികാസം പ്രാപിക്കാനുള്ള പ്രാപ്തി ആ ചെറിയ 2 3 വാചകങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം ഞാൻ വായിച്ചില്ല. കാരണം ഷിൻലാലിൻ്റെ പുസ്തകങ്ങളൊക്കെ നേരത്തെ വായിച്ചിട്ടുണ്ട്. ഇതെനിക്ക് തന്നുമില്ല, ഞാനാണ് പ്രകാശനം ചെയ്യുന്നതെന്ന് ഇദ്ദേഹം എന്നോട് വളരെ നേരത്തെ പറഞ്ഞു. ഇന്ന് ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വാങ്ങി. ഇത് ഞാൻ പിന്നീട് വാങ്ങിക്കാം. അതിനുശേഷം പിന്നീട് എവിടെയെങ്കിലും ഈ അകം പുറം എന്താണെന്ന് എനിക്കും കൂടി അറിയണം.
ഷിൻലാലിൻ്റെ അകത്തേക്കുള്ള അന്വേഷണം വായനക്കാർ നടത്തുക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ നിരന്തരമായി വായിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരു എന്ന നോവൽ എഴുതിയ ഷിനിലാലിൻ്റെ അടുത്ത നോവൽ ആയിരിക്കും ഇനി വരാൻ പോകുന്നതെന്നാണ്. അടി എഴുതിയ ഷിനിലാലിൻ്റെ അടുത്ത നോവൽ വരാം. അതുപോലെ ഉടൽ ഭൗതികം എഴുതിയ ഷിനിലാലിൻ്റെ അടുത്ത നോവൽ വരും. ഓരോ നോവൽ എഴുതിയ എഴുത്തുകാരനും ഡിഫറൻ്റാണ്. എനിക്ക് തോന്നുന്നത് ഈ 6 നോവലുകൾ ഷിനിലാൽ 6 പ്രഗത്ഭന്മാരെ കൊണ്ട് എഴുതിപ്പിച്ചതെന്ന് സംശയമുണ്ട്. കാരണം അത്രയും വൈവിധ്യം അദ്ദേഹത്തിന് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ആ വൈവിധ്യം അടിസ്ഥാനപരമായി അതുണ്ടാകുന്നത് ഒരു നൈർമല്യത്തിൽ നിന്നേ ഈ വൈവിധ്യം ഉണ്ടാവും. ഞാനൊരു വലിയ എഴുത്തുകാരനാണെന്ന ഭാവത്തോടുകൂടി എന്ന് മുതൽ ഷിൻലാൽ നടക്കാൻ ആരംഭിക്കുന്നു അന്ന് മുതൽ ഈ വൈവിധ്യം നഷ്ടപ്പെടും. എഴുതാൻ സാധിക്കും, വൈവിധ്യം നഷ്ടപ്പെടും. ഞാനൊരു എഴുത്തുകാരനല്ല എന്നുള്ള ഭാവത്തോടുകൂടി ചെറിയ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ഓടിച്ച് നെടുമങ്ങാടോടും ഇങ്ങനെ ഓടിച്ചു പോകുന്ന, തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന, റോഡ് സൈഡിൽ നിന്ന് വാഴയ്ക്കപ്പം കഴിച്ചിട്ട് ഒന്നും കൂടെ വേണമെന്ന് അനാവശ്യമായിട്ട് ആവശ്യപ്പെടുന്ന ആ ഷിനിലാലാണ് ഈ എഴുത്തുകൾ സൃഷ്ടിക്കുന്നത്. അദ്ദേഹത്തിന് ഇനി അനസ്യൂതമായി സൃഷ്ടിക്കാൻ കഴിയട്ടെ. കേരളത്തിൽ നിന്ന് കിട്ടാനുള്ള അവാർഡെല്ലാം കിട്ടി. അതുകൊണ്ട് ഇനി ആ ലൈനിൽ നോക്കേണ്ട ആവശ്യമില്ല. ഇനി അങ്ങ് കേന്ദ്രത്തിലും ഉണ്ട് സാധനം ഇതിൻ്റെ. അതുകൊണ്ട് അത്തരത്തിലുള്ള പുരസ്കാര പ്രശോഭിതനാകാൻ എല്ലാ സാധ്യതകളുമുള്ള എഴുത്തുകാരനാണ്, ചെറുപ്പക്കാരനാണ് ഷിനിലാൽ എന്നുകൂടി പറയുന്നു. ആശംസകൾ സ്നേഹത്തോടുകൂടി. അങ്ങേറ്റത്തെ നമ്മൾ ഈ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്നേഹമൊന്നും ഞാൻ അങ്ങനെ ആർക്കും വലുതായിട്ട് കൊടുക്കുന്ന ആളല്ല. പക്ഷേ ഷിനിലാലിന് ഇപ്പോൾ കൊടുക്കുകയാണ്. അത് ആ സ്നേഹം അദ്ദേഹത്തിനും പുതിയ കൃതികളിലൂടെ വായനക്കാരുടെ മുമ്പിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തത് അഞ്ജിത എസ് നായർ. നമസ്കാരം. ഷിൻലാലേട്ടൻ്റെ പുസ്തകം ഇന്ന് ഇവിടെ സ്വീകരിക്കാൻ പറ്റിയതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. 2 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ, ഒരേ സമയം നോവലും കഥകളും ഒക്കെ എഴുതുന്ന ഒരു എഴുത്തുകാരൻ. ഞാൻ ചേട്ടൻ്റെ ഇരു എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ വായിച്ചു തുടങ്ങുന്നത് ചേട്ടനെ. അത് കഴിഞ്ഞ് ഇവിടെ സനഞ്ചേട്ടൻ പറഞ്ഞ പോലെ ഓരോ പുസ്തകങ്ങൾ നമ്മൾ എടുക്കുമ്പോഴും അതിലെ ശൈലിയും എഴുത്തും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. അതായത് കവർ പേജ് കാണാണ്ട് നമ്മൾ ഈ പുസ്തകങ്ങൾ വായിച്ചാൽ ഒരിക്കലും ഒരേ എഴുത്തുകാരനാണ് എഴുതിയതെന്ന് ഒരിക്കലും നമുക്ക് തോന്നത്തില്ല. ചേട്ടൻ്റെ എല്ലാ നോവലും കഥകളിലുമൊക്കെ ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള ചേട്ടൻ അതിൽ തൻ്റേതായ ഒരു രാഷ്ട്രീയം, ഇന്ന് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും അതിൽ എഴുത്തിലൂടെ കൊണ്ടുവരാനും അഡ്രസ്സ് ചെയ്യാനും ശ്രമിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ചേട്ടൻ തന്നെ പുതിയൊരു ഇതാണ് കുഞ്ഞു കുഞ്ഞു കഥകളടങ്ങിയ ഈ ഒരു പുസ്തകം. അപ്പോൾ ഈ പുസ്തകവും മറ്റു പുസ്തകങ്ങൾ പോലെ എല്ലാവരും വായിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്തത് ഡോക്ടർ മനോജ് വെള്ളനാട്. നമുക്കിനി ടോട്ടൽ 15 മിനിറ്റ്സ് ഉണ്ട്. പക്ഷേ അതിൽ 10 മിനിറ്റ്സ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് പോകണം. പിന്നെ ഷിൻലാലേട്ടന് ആശംസകളൊക്കെ നേർന്ന് പുള്ളിയെ ഇനിയും വളർത്തണോ വേണ്ടേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. പുള്ളിയെ ഒരുപാട് വളർന്നു പോയോ, പ്രത്യേകിച്ച് ഒരു തിരുവനന്തപുരത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് തീരെ സഹിക്കുന്ന കാര്യമൊന്നുമല്ല. എന്നാലും പുള്ളി ഷിൻലാലേട്ടൻ എഴുതി ഇപ്പോൾ ഈ പറഞ്ഞ ചെറിയ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ മുമ്പ് നോവലൊക്കെ വരുന്നതിന് മുമ്പ് ഫേസ്ബുക്കിലൊക്കെ എഴുതിയിടുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിടുകയും ആ സമയത്ത് തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിരുന്ന ഒരു കഥ ഇതിലുണ്ട്. കിളിപോയ വീടുകൾ എന്ന് പറയുന്നൊരു കഥ. എനിക്ക് അന്നും ഇന്നും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. അത് വായിക്കാം. ഒരു വീടിന് മുന്നിൽ നിന്ന് അയാൾ കോളിംഗ് ബെല്ലടിച്ചു. അകത്തുനിന്ന് അല്ലാഹു അക്ബർ കേട്ടു. ഇവരെൻ്റെ ആളല്ല. അയാൾ മടങ്ങി. രണ്ടാമത്തെ വീട്ടിലും ബെല്ലടിച്ചു. ഗുരുദേവ ഗുരുദേവ. മൂന്നാമത്തെ വീട്ടിൽ ബെല്ലടിച്ചു. രാമ രാമ. നാലാമത്തെ വീട്ടിൽ നിന്നും ഈശോ മറിയം കേട്ടു. പണ്ടൊക്കെ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ കിളി ശബ്ദമാണ് കേട്ടിരുന്നത്. കിളി പോയ വീടുകൾ. അയാൾ പിറുപിറുത്തുകൊണ്ട് നടന്നു. കിളി പോയ വീടുകൾ. എൻ്റെ ബാക്കി സമയം ശ്യാം ശ്രീനിവാസിന് കൊടുത്തുകൊണ്ട് അകംപുറം എന്ന് പറയുന്ന ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.
അടുത്തായി ശ്യാം ശ്രീനിവാസ്. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ ആദരണീയർക്കും നമസ്കാരം. ഷിനിലാലിനെ ഒരു സുഹൃത്താകുന്നത് ഷിനിലാലിൻ്റെ എഴുത്തുകൾ വായിച്ചിട്ടാണ്. അപ്പോൾ സുഹൃത്തായതിനു ശേഷം സലിൻ സാൻ പറഞ്ഞ പോലുള്ള ആശങ്ക ഷിനിയുടെ ഓരോ കഥ വായിക്കുമ്പോഴും എനിക്കുണ്ടാകാറുണ്ട്. ഈ ഷിനിയാണോ അത് ഈ എഴുതിയിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ എല്ലാ കഥയും നോവലും വായിച്ചുടനെ ഞാൻ ഷിനിയെ വിളിക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, എല്ലാവരും അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാൻ MA പഠിക്കുമ്പോൾ ലോർക്ക എഴുതിയ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. ദ ഫങ്ഷൻസ് ആൻഡ് തിയറി ഓഫ് ഡുവാൻഡെ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഡുവാൻഡെ എന്ന് വെച്ചാൽ ലോർക്ക ഒരു 8 പുറം എടുത്ത് വിശദീകരിക്കുന്നുണ്ട്. സാഹിത്യത്തിലെ ഒരു ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ ചൈതന്യമാണ്. ആ ചൈതന്യമാണ് സാഹിത്യത്തെ എല്ലാ കാലത്തും ക്ലാസിക്കായി നിലനിർത്തുന്നത്, അല്ലെങ്കിൽ ആ സാഹിത്യത്തിന് ഒരു ഗഹനത കൊണ്ടുവരുന്നത്, സൗന്ദര്യാത്മകത കൊണ്ടുവരുന്നത്, ലാവണ്യം കൊണ്ടുവരുന്നതൊക്കെ ഈ ഡുവാൻഡെയാണ്. അപ്പോൾ എന്താണെന്ന് അത് വിശദീകരിക്കുക സാധ്യമല്ല എന്ന് പറഞ്ഞു പോകുന്ന ആർട്ടിക്കിളാണ്. 4 പേജ് ഓളം ഉണ്ട്. അപ്പോൾ ഇത് വായിച്ചിട്ട് അക്കാലത്തൊന്നും പിടികിട്ടിയിട്ടില്ല. പിന്നീട് ഇത് പഠിപ്പിക്കേണ്ടി വന്നപ്പോഴും ആ ഭാഗം അങ്ങ് ഉഴപ്പി പോവുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഷിനിയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് അനുഭവപ്പെടും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര അവ്യാഖ്യേയമായ ഒരു അധികത, ഒരു എക്സസ് യൂണിറ്റ് ആ കഥകളിലെല്ലാം ഉണ്ട്. അതെങ്ങനെയാണ് അത് സൗന്ദര്യാത്മകമാകുന്നതെന്ന് അതിൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണമാണ് ഈ പുസ്തകത്തിലെ ഓരോ കഥയും. നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ കഥകൾ എത്രത്തോളം ചുരുക്കി എഴുതുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ആ ചുരുക്കി എഴുത്തിനകത്ത് വലിയ 3-4 പേജ് എഴുതാൻ പറ്റുന്ന, ഒരുപക്ഷെ നോവൽ തന്നെ എഴുതാൻ പറ്റുന്ന അനേകം കഥകളെ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ആണ് ഈ ഇതിലെ എല്ലാ കഥകളുടെയും സവിശേഷതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും പല സ്ഥലത്തും ഇതിലെ പല കഥകളും അല്ലാതെ വായിച്ചിട്ടുണ്ട്. കായനദി എന്ന ഒരു കഥയിൽ നിന്നാണ് എന്ന് തോന്നുന്നു ഇത് തുടങ്ങുന്നത്. അതായത് കായനദി കടന്ന ശ്രീറാമും സീത അഗർവാളും കായനദി കടക്കുന്ന വേളയിൽ ഇവർ 2ആയി പിരിയുന്നു, 2 കരകളിലായി മാറുന്നു. തുടർന്ന് ഒരു കരയിൽ നിന്ന് ശ്രീറാം എന്ന് വിലപിച്ചുകൊണ്ട് മറുകരയിൽ അലയുന്ന സീത അഗർവാളിനെ ചിത്രീകരിച്ചുകൊണ്ടാണ് ആ കഥ നിൽക്കുന്നത്. മറ്റൊരു കഥയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നിഴൽ എന്നൊരു കഥയുണ്ട്. നിഴൽ കാണുന്നില്ല. വാസന വികൃതി. ഒരേ ദിവസമാണ് ആ 2 കുഞ്ഞുങ്ങൾ പിറന്നത്. ഒരു ദിവസമാണ് അത് നടന്നു തുടങ്ങിയത്. ഒരേ സ്കൂളിലാണ് പഠിച്ചത്. ഒരാൾ വളർന്ന് സന്യാസിയായി, ഒരാൾ വളർന്ന് തെമ്മാടിയായി. പിന്നീട് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നിഴൽ എന്ന 2 വരി കഥയും അങ്ങനെയാണ്. ഒരു രാത്രിയിൽ നിഴലും കുട്ടിയും തമ്മിൽ ഒരുമിച്ച് കളിക്കുന്നു. പിറ്റേന്ന് കുട്ടിയെ പറ്റിക്കാനായി നിഴൽ കുട്ടിയുടെ ഉള്ളിൽ ഒളിക്കുന്നു. നിഴലെ എന്ന് വിളിച്ചുകൊണ്ട് ആ കുട്ടി നിഴൽ എവിടെയെന്നറിയാതെ ആ കുട്ടി തിരയുന്നു. അന്ധകാരം അവൻ്റെ ഉള്ളിലേക്കാകുന്നു. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ പുസ്തകത്തിലൂടെ നിങ്ങൾ കടക്കുമ്പോൾ എഴുത്തുകാരനൊപ്പമാണ് നിങ്ങൾ കടക്കുന്നത്. എഴുത്തുകാരനൊപ്പം കിടക്കുന്നു. പതിയെ നമ്മൾ പോലും അറിയാതെ എഴുത്തുകാരൻ അപ്രത്യക്ഷനാകുന്നു. നമ്മൾ നമ്മെ തന്നെ കാണാൻ ആരംഭിക്കുന്നു. 2 രീതിയിൽ കാണുന്നുണ്ട്, അകവും പുറവുമായി. നമ്മുടെ മലയാള സാഹിത്യത്തിൻ്റെ വേരുകൾ താണ്ടി പോയാൽ ഒരുപക്ഷെ രാമചരിതത്തിൽ മാത്രമല്ല നിൽക്കുന്നത്. അതിൻ്റെ വിത്ത് അടങ്ങിയിരിക്കുന്നത് സംഘകാല കൃതികളിലാണ്. സംഘകാല സാഹിത്യം 2ആയി തന്നെയാണ് പണ്ടും പിരിഞ്ഞിരുന്നത്, അകം കവിതകളും പുറം കവിതകളും. അതിൻ്റെ ഒരു തിണസങ്കല്പത്തിൽ തന്നെയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ വലിയ രാഷ്ട്രീയവും ജീവിതാവബോധവും ഈ പുസ്തകത്തിലെ ഓരോ ചെറുകഥയും. സത്യത്തിൽ ഇത് കവിതയാണോ കഥയാണോ എന്ന് സംശയമുണ്ട്. ഒരുപക്ഷെ പണ്ടൊക്കെ വന്ന് നിന്നുപോയ സാഹിത്യത്തിലെ കുറും കഥകളുടെ ഒരു പുതിയ പ്രസ്ഥാനം ഈ പുസ്തകത്തോടു കൂടി ആരംഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വളരെ മികച്ച പുസ്തകത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു. ഇനി സംസാരിക്കാനായി കഥാകൃത്ത് ഷിൻലാലിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത് കഥ ഇവിടെ തീരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് 2ാമത്തെ വേദിയിൽ ഒരു പ്രഭാഷണം കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ വരണം. ഇതിൻ്റെ ബാക്കി അവിടെ പറയാം. ആദ്യമായി ഞാൻ ഈ ഇരിക്കുന്ന എല്ലാവർക്കും പേര് പറയാതെ തന്നെ നന്ദി പറയുന്നു. പിന്നെ വന്ന എല്ലാവർക്കും. ഇത് ഞാൻ ആദ്യം നേരത്തെ പനങ്ങാടും സൂചിപ്പിച്ച പോലെ ആദ്യം എഴുതി തുടങ്ങുന്നത് ഇങ്ങനെയുള്ള മിനിക്കഥകളാണ്. മിനിക്കഥകൾ ലോകത്തിൽ നമ്മൾ മലയാളികൾക്ക് ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടില്ലെങ്കിലും ലോകത്തിലെ ഒരു പ്രധാന സാഹിത്യ രൂപമാണ് ഈ പറഞ്ഞ ഫ്ലാഷ് ഫിക്ഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മൈക്രോ ഫിക്ഷൻ എന്ന് പറയുന്ന ഈ കഥാരൂപം. ഇത് ഒരു കഥയല്ല,
ഇതൊരു ചെറുകഥയെ ചുരുക്കിയെടുത്തതോ നോവലിനെ ചുരുക്കിയെടുത്തതോ അല്ല. ഇത് തനി ഒരു സാഹിത്യ രൂപമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനെ വികസിപ്പിച്ചെടുത്താൽ വലിയ കഥയാവും. അങ്ങനെ ആവില്ല. അങ്ങനെ ഒരു കഥയാവാത്തത്, നോവലാവാത്തത്, അതിൻ്റെ അപ്പുറം ചെന്നാൽ കവിതയും കൂടെ ആവാത്തത്, അതിനിടയ്ക്കൊരു സ്ഥലത്താണ് ഈ കൊച്ചു കഥ ഇതുള്ളത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ട്വിറ്ററാറ്റി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അതിൻ്റെ അർത്ഥം ട്വിറ്ററിൽ നമുക്ക് വേർഡ്സ് ഉപയോഗിക്കുന്ന ലിമിറ്റ് ഉണ്ടായിരുന്നു, 100 വാക്കോ 200 വാക്കോ. അപ്പോൾ അതിനകത്ത് എഴുതുന്നതിന് ട്വിറ്ററാറ്റി എന്ന് പറഞ്ഞുകൊണ്ട്, ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു 100 വാക്ക് 200 വാക്കിനകത്തുള്ളതൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഫ്ലാഷ് ഫിക്ഷൻ. അതിലെ ലോകത്തിലെ വലിയ എഴുത്തുകാർ, ഈ ഹെമിംഗ്വേയെ പോലെയുള്ള എഴുത്തുകാർ ഫ്ലാഷ് ഫിക്ഷനും കൂടെ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ നോവലുകൾ എഴുതിയ, വലിയ ക്ലാസിക്കുകൾ എഴുതിയ മനുഷ്യരൊക്കെ ചെറിയ വാക്കുകളിൽ ഈ ചുരുക്കി എഴുതിയിട്ടുണ്ട്. അതിലേറ്റവും പ്രശസ്തമായ ഒരു കഥ എനിക്ക് 6 or 7 വാക്കുകളേ ഉള്ളൂ. അത് ഇതാണ്. എന്താ മനോജ് അത്? ഫോർ സെയിൽ, ബേബി ഷൂസ്, നോട്ട് ബേൺ, അല്ലേ, നോട്ട് യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാത്ത കുഞ്ഞുങ്ങളുടെ ഷൂസ് വിൽപ്പനയ്ക്ക്, സെക്കൻഡ് സെയിൽസിൽ വിൽപ്പനയ്ക്ക് എന്ന് വെച്ചൊരു ചെറിയ 6-7 വാക്കുകളുള്ള ഒരു കഥയാണ്. ഹെമിംഗ്വേയുടേതായിട്ടുണ്ട്. അത് വളരെ ലോക പ്രശസ്തമായാണ്. ഒരുപാട് വലിയ എഴുത്തുകാർ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു കടലിനെ അറിയാൻ കടൽ വെള്ളം മൊത്തവും ഇറങ്ങി നീന്തണ്ട, കപ്പൽ സഞ്ചാരം നടത്തണ്ട, കടലിലെ ഒരു തുള്ളി വെള്ളം എടുത്ത് രുചിച്ചാൽ മാത്രം മതിയാവും. ആ ഒരു അർത്ഥമാണ് ഈ കഥകൾക്ക്, അതിൻ്റെ സൂക്ഷ്മത. അതിൽ ഞാൻ എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. മലയാളത്തിൽ ഇപ്പം പാറക്കടവാണ്, PK പാറക്കടവ് മാഷാണ് മലയാളത്തിൽ ഒരു ഇതിൻ്റെ ഒരു വ്യക്താവായിട്ടുള്ള. അദ്ദേഹം പ്രധാനമായിട്ടും ഒരു ചെറിയ നോവൽ എഴുതിയിട്ടൊന്ന് ഒഴിച്ചാൽ അദ്ദേഹം പ്രധാനമായിട്ടും എഴുതുന്നത് ഈ പറഞ്ഞ മിന്നൽ കഥകളെന്നുള്ള പേരിലാണ്. പിന്നെ അമൽ എഴുതുന്നുണ്ട്. OV വിജയൻ പോലും അത്തരം കൊച്ചു കഥകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പലരും ഉണ്ട്. P സുരേന്ദ്രൻ, അഷിത തുടങ്ങി പലരുടെയും പേരുകൾ എനിക്ക് പറയാൻ പറ്റും. അപ്പം ആ കൂട്ടത്തിലെ ഒരു പ്രത്യേക തരം സാഹിത്യ രൂപമാണ് ഈ മിന്നൽ കഥകൾ, അല്ലെങ്കിൽ കുറുങ്കഥകൾ, അല്ലെങ്കിൽ ഫ്ലാഷ് ഫിക്ഷൻ, മൈക്രോ ഫിക്ഷൻ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിലുള്ള ഈ കഥകൾ. അത് നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ആദ്യം തുടങ്ങുന്നത് ഇതിലാണ്, എഴുതി തുടങ്ങുന്ന ഇതിലാണ്. 2013-14 സമയത്ത് അന്ന് മുതൽ എഴുതിയ ഒരു 10-200ഓളം കൊച്ചു കഥകളുണ്ട്. അതിൻ്റേതായ വായനക്കാരുണ്ടായിരുന്നു. അതിൽ നിന്ന് സെലക്ട് ചെയ്ത 100-100 സംതിങ് കഥകളാണ് ഇതിലുള്ളത്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ വേദി 2 ക്ഷണിക്കുന്നു. അവിടെ വന്ന് ബാക്കിയൂടെ കേട്ടിട്ട് പിരിയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ പരിപാടി അവസാനിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും, വേദിയിലും സദസ്സിലും ഉള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. നമസ്കാരം.